വേറെ സംഭവം കണ്ടേങ്ങ ഇതെല്ലാം എത്ര വർഷം പഴക്കമുള്ള സാധനം അറിയാം. ഞാൻ കാണുന്നുണ്ടോ അല്ലേ? ഓക്കെ, എന്നാലും ആരാ ഈ പണിയെടുത്തത് സംഭവം തന്നെ. ഇരുമ്പൊന്നും ആയിട്ടില്ല കേട്ടോ, ആ നെട്ടും ബോൾട്ടും പോലും ഒന്നും ആയിട്ടില്ല. ഞാൻ കാണുന്നുണ്ടോ? അപ്പോൾ നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് കുറേ ആൾ കമൻ്റ് അയച്ചായിരുന്നു നമ്മളെ കുപ്പം പുഴേൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുപ്പം പുഴേൻ്റെ അടുത്ത് തന്നെ ഉള്ളത്. അപ്പോൾ കുപ്പം പുഴേൻ്റെ കുറച്ച് ഭാഗങ്ങളവിടെ മണ്ണിട്ടിട്ടുണ്ട്. അത് പിന്നെ അപ്പുറത്തേ പോയിട്ടാകുമ്പോൾ കാണിച്ചു തരേണ്ടി വരും. ഞാൻ കുപ്പത്ത് ഇക്കരെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കാണുന്നതാണ് കുപ്പം പുഴ. അപ്പോൾ പലയാളും പല കമൻറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കിയാറ്റൂർ റോഡൊന്ന് കാണിക്കണം. അത് അടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. പിന്നെ കിയാറ്റൂരിൽ നിന്ന് ഇങ്ങോട്ട് കുപ്പമ്പുഴ NH 66 വർക്ക് ഒന്ന് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ ഭാഗങ്ങൾ പെൻഡിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലീവിൽ ദിവസം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മളെ കുപ്പമ്പുഴേൻ്റെ ഇക്കരെ കേട്ടോ. നമ്മൾ ഇവിടുന്ന് അക്കരയ്ക്ക് പോകണം. അതിന് ഞാൻ പിന്നെ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ അവിടെ മണ്ണിട്ടുണ്ട്, അതിന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ വീട് ബാക്കി ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ പഴയ തോണികളെല്ലാം കൂടെ ഞാൻ കുപ്പത്ത് ഇക്കരെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മണൽ മാറ്റുന്ന തോണിയാണെന്ന് തോന്നുന്നു, ശരിക്കറിയില്ല. പക്ഷേ ഈ ഭാഗത്തിൽ കുറേ വീടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കാണിക്കണം. നമ്മളെ പ്രവാസികളെല്ലാം പറഞ്ഞുകൊണ്ട് പ്രവാസി ചേട്ടന്മാരിലിങ്ങനെ പറയുന്നുണ്ട് നമ്മളെ കുപ്പമ്പുഴത്തെ അവസ്ഥ എന്താണെന്നെല്ലാം പറഞ്ഞിട്ടാണ് ഒരാളെ ചോദിക്കുന്നത്. അവർക്കത് കാണാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അതാണ് അവരെന്നോട് കമൻറ്റിൽ ഫസ്റ്റ് ചോദിക്കുന്നത്, നമ്മളത് കുപ്പമ്പുഴ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കുപ്പമ്പുഴേൻ്റെ വീഡിയോ ചെയ്യാൻ വന്നേട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ തോണിയുണ്ട്. നീലപ്പാത്തി. പക്ഷെ ഇതെല്ലാം ഇവിടെയുള്ള ആൾക്കാരായിരിക്കും ഈ പറയുന്ന ആളുണ്ട് കേട്ടോ. ഈ കുപ്പത്തില്ലവർ തന്നെ പ്രവാസികൾ 5-8 വർഷം ഗൾഫിൽ ജോലി ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടാവില്ല. പക്ഷെ അവർക്കൊരു നമ്മുടെ നാട് കാണണം എന്നുള്ളൊരു ആശ കൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. അത് നമ്മൾ ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മൊരു ബ്ലോഗർ ആയതുകൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ടാണ് കാണുന്നവർക്കറിയാം കുപ്പം പുഴയിൽ എങ്ങനെയാണെന്നെല്ലാം. പക്ഷേ പഴയ നാട്ടിൽ നിന്നായിരിക്കും നമ്മൾ കാണുന്നുണ്ടായി. എന്നാലും ഓരോരോ ആശയല്ലേ നമ്മളെ കുപ്പം പുഴ കാണാനും. ഇപ്പോൾ 5-8 വർഷമായിട്ട് എന്തൊക്കെ പുരോഗതി വന്നു എന്നെല്ലാം കാണേണ്ട താല്പര്യം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്, ഞാൻ ബ്ലോഗർ ആയതുകൊണ്ടാണ് എന്നോട് പറയുന്നത്. ഓക്കെ, അതിന് സന്തോഷം എനിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ പിന്നെ ഞാൻ അപ്പുറത്തേക്ക് പോയിട്ട് വീഡിയോ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കുപ്പം പാലത്തിന് നടുക്ക് വരെ നമുക്ക് പോകാൻ പറ്റും. ഇപ്പം NH 66 റോഡിൻ്റെ ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് കുറച്ച് മണ്ണിട്ടിട്ട് ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കെല്ലാം നടക്കുന്നുണ്ട്. നമുക്ക് അപ്പുറത്തേ പോയിട്ട് വണ്ടി എടുത്ത് പോയിട്ട് അപ്പുറത്തേക്ക് കാണിച്ചു തരാം കേട്ടോ ബാക്കി കാര്യങ്ങളെല്ലാം. ഞാൻ ആടുന്ന് വിട്ടു കേട്ടോ. ആടുന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു പള്ളിയിലുണ്ട്. അപ്പോൾ കുപ്പത്തിലെ പ്രവാസികൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം പള്ളി ഏതാണോ എല്ലാം പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലേ ഇങ്ങോട്ട് കയറി പോവാം. നേരെ പോകാൻ പാട് ബ്ലോക്കാക്കിയിട്ടുണ്ട് റോഡ് ഇട്ടാ. ഇന്നെന്തോ വർക്ക് നടക്കുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെല്ലാം വണ്ടി ഇതിലേ പോകുന്നുണ്ടായി. അപ്പോൾ ഇന്ന് വണ്ടി കാണുന്നില്ല. അവിടെ വർക്ക് നടക്കുമെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറ്റി വിടില്ല കേട്ടോ അവർ. അപ്പോൾ ഇന്ന് ഇവിടെ പാലത്തിൻ്റെ പണിയൊന്നും നടക്കുന്നില്ല എന്ന് തോന്നുന്നു.
അപ്പോൾ കുപ്പമ്പാലത്തിൻ്റെ അടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുപ്പമ്പാലത്തിൻ്റെ അടിയിലേ ഞാൻ ഉള്ളത് കേട്ടോ. ഞാൻ കാണുന്നുണ്ടാവും, നല്ല വെയിലുണ്ട്. അത് ഇടയിൽ നിന്നിട്ട് മീൻ പിടിക്കട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ സംഭവം കൊണ്ടുണ്ട് എന്നല്ല. അവിടെ ചെറിയൊരു പാർക്ക് പോലെയുണ്ട്. നമ്മളെ നേരെ കാണുന്നത് മംഗലശ്ശേരി. അങ്ങനെയൊക്കെയാണ് കുപ്പമ്പാലത്തിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഇവിടെ ഇപ്പം കാണുന്നില്ല, എത്രയോ മണ്ണിട്ട് പൊന്തിച്ചിട്ടാണ്. എന്നുവെച്ചാൽ പുഴ ഒഴുകുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒഴുകുന്നുണ്ട്. നേരെ പകുതിക്കാണ് ഇപ്പം പുഴ ഒഴുകുന്നത്. പകുതിയല്ല, ഒരു ഭാഗം, ആ സൈഡ് മാത്രമേ പുഴയിൽ ഇപ്പം വെള്ളം ഒഴുകുന്നില്ല കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല അധികം. അങ്ങോട്ടെല്ലാം ഇപ്പിട്ട മണ്ണാണ്, പെട്ടെന്ന് താണു പോയിട്ടുണ്ടെങ്കിൽ പറയാൻ കഴിയില്ല. അങ്ങനെയൊക്കെയാണ് കുപ്പമ്പാലത്തിൻ്റെ അവസ്ഥ. വണ്ടിയും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ആ കാണുന്നത് കുപ്പത്തെ പഴയ മാർക്കറ്റും കാര്യങ്ങളെല്ലാം. അവിടെ കുറേ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഭാഗം കുറേ സിനിമ ഷൂട്ടിങ് ലൊക്കേഷനാണ്. നമുക്ക് അങ്ങോട്ടൊന്നും ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. എന്താ വെച്ചാൽ പിന്നെ അവിടെ മണ്ണിട്ടുകൊണ്ട് ഇപ്പോൾ അതിൽ ഇറങ്ങിയിട്ട് പോകാൻ പറ്റില്ല. പിന്നെ അപ്പുറത്തേ വന്ന വഴിക്കേ പോയിട്ട് അങ്ങനെ പോകേണ്ടി വരും. കാണുന്നില്ല, കുപ്പം പുഴ ശരിക്കും മണ്ണിട്ട് പൊന്തിച്ചു എന്ന് തന്നെ പറയാം. അവിടെ ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ട് അറിയാം പില്ലറിലും. ഞാനെല്ലാം ജനിക്കുന്ന മുമ്പേ ഉണ്ട് ഈ പാലിങ്ങനെ. ഏത് കാലത്ത് തുടങ്ങിയാന്ന്, 70-ലാ അങ്ങനെയാന്ന് തോന്നുന്നു. അപ്പോൾ കുറേ ചേട്ടന്മാർക്കൊരു സന്തോഷമായിട്ടുണ്ടാവും ഈ വീഡിയോ ചെയ്യുമ്പോൾ. എന്താ വെച്ചാൽ എന്നോട് കുറേ ആൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോ കുപ്പം ഒന്ന് കാണിച്ചു തരണം, ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു സന്തോഷമായിക്കോട്ടെ എന്നിട്ട് ചെയ്ത വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരം ആയിക്കോട്ടെ. കാണാത്തവരെല്ലാം ഒന്ന് കണ്ടോട്ടെ. കുപ്പമ്പാലത്തിൻ്റെ അടിയിലും ഇവിടുത്തെ സ്ഥിതിയിലൊന്ന് അറിഞ്ഞോട്ടെ എല്ലാവരും അല്ലേ. നമുക്ക് അങ്ങനെയല്ലേ ഓരോരാൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പുണ്യം. അപ്പോൾ കുപ്പമ്പാലത്തിൻ്റെ വിശേഷങ്ങളും കൂടുതലൊന്നുമില്ല. നമുക്കിതിൻ്റെ വർക്ക് ബാക്കിയെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ അടുത്ത് എന്തായാലും നമുക്ക് കുറേ പറഞ്ഞു കീയാറ്റൂർ ഒന്ന് കാണിച്ചിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ NH 66 വർക്ക് ഇടം വരെ ആയെന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ ആൾ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. ഇവിടെ ഒരു ആല് കണ്ടതാ, ആലിങ്ങനെ വളർന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് നിങ്ങളെ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ് ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്താ പറയണ്ടത്. അപ്പോൾ നല്ല നല്ല വീഡിയോകൾ വരും. എൻ്റെ പരമാവധി ഞാൻ നോക്കാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോ ചെയ്യാൻ പറ്റും. നമ്മളെ പാലത്തിൻ്റെ അടിവശമാകട്ടെ ഇതെല്ലാം കാണുന്നത് കണ്ടോ. എത്ര വർഷത്തെ പഴക്കൊണ്ട് നോക്കി ബോൾട്ട്. എൻ്റെ പൊന്നെ, അതിൻ്റെ ത്രെഡ് പോലും ഒന്നും ആയിട്ടില്ല കേട്ടോ. അത് കാണാനുണ്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. വീഡിയോ അങ്ങനെ ലെങ്ത്ത് കൂട്ടിക്കൊണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഓക്കേ.